സാറേ ഇത് ഡെലിവറി ആവുന്ന പേഷ്യൻ്റാണ്, ഇവിടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കെട്ടിയിരുന്നെങ്കിൽ ആയിപ്പോയെന്ന് ഇങ്ങനെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താ വെച്ചാൽ പുഷ് ചെയ്യാണ്ടാകുമ്പോൾ നമ്മളും പറയും, എന്നിട്ട് സ്റ്റാഫും പറയും മുക്ക് മുക്ക് മുക്ക്, എല്ലാവരും കൂടെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിമാർ വരെ ചിലപ്പം അറ്റൻഡേഴ്സ് ചേച്ചി വരെ മുക്ക് മുക്ക് മുക്കുന്നു, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇവരിങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് കുറച്ച് പെയിനൊക്കെ വന്ന പേഷ്യൻ്റ് ഒരു ഹാഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഇവർ കുറേ എന്തൊക്കെയോ ബഹളം മാത്രമേ കേൾക്കുന്നുണ്ടോ, കുറേ ഒച്ചയും ബഹളം എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഒച്ചയടിക്കുന്നുണ്ട്, വേറെ ആൾക്കാർ ഒച്ചയടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അട്ടിമേലിൽ ചിലപ്പോൾ ഡെലിവറി ആയിട്ട് ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞൊരു റൂമിൽ പോയിട്ട് ഉറക്കമൊക്കെ ഉറങ്ങി കുട്ടീനെ കണ്ട് ആൾക്കാരൊക്കെ സംസാരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡോടൊക്കെ പറയും ഈ ലേബർ റൂമിൽ ഭയങ്കര മോശമാണ് കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ചീത്ത പറഞ്ഞ്, സിസ്റ്റർമാർ ചീത്ത പറഞ്ഞ്, ചേച്ചിമാർ ചീത്ത പറഞ്ഞു, മൊത്തം ചീത്തയുടെ ഒരു പൂരാണ് അവിടെ. ഞാനിങ്ങോട്ട് വരുമല്ലേ, പ്രസവം തന്നെ മടുത്തു. അപ്പൊ എന്തോ പുറത്തിരിക്കുന്ന ആൾക്കാർ എന്താ കരുതുന്നത്, ഉമ്മമാരൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ്. ഈ ഹസ്ബൻഡ് ചിലപ്പോൾ ആദ്യത്തെ പ്രസവിക്കുക, ഇവരെന്താ വിചാരിക്കുക ഈ മനുഷ്യൻ എന്താ ചെയ്തത്, ഈ 10 മാസം ഇയാളെ കൃത്യമായിട്ട് കാണിച്ച്, എന്നിട്ട് അവസാനം ഇയാൾ എൻ്റെ വൈഫിനെ കൊണ്ട് അവരുടെ ചീത്ത പറഞ്ഞ് നാശകോശാക്കി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് തിരിച്ചു അങ്ങനെയല്ലേ വിചാരിക്കാം. ശരിക്കും സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഒച്ചയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിഷമമുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലെ കുട്ടികളെ ചീത്ത പറയൂലേ, എന്തിനാ പറയണേ, അത് പറയുന്നത് നമ്മളെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ ചീത്ത പറയുന്നില്ലല്ലോ, നമുക്കറിയണ്ട അയാൾ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും, നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ കുട്ടികളോട് ചീത്ത പറയുന്നത് കുട്ടികൾ നന്നാവണം, കുട്ടികളുടെ ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ ചീത്ത പറയുന്നത്. അപ്പൊ ചീത്ത പറഞ്ഞാൽ അവർ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും കാര്യത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ വരും, ചിലപ്പോൾ ഓരോ കൺട്രാക്ഷൻ്റെ സമയത്തും യൂറിൻ വരും, പിന്നെ അതിൻ്റെ കുറച്ചുള്ള ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് കുറയുന്നത്, ഇതെല്ലാം കൂടെ ഒരു നിന്നിട്ടാണ് ഈ പേഷ്യൻ്റ് ഡെലിവറി ആയിട്ട് വരുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെയൊക്കെ മേത്തൊക്കെ ആവും, സിസ്റ്റർമാരുടെ മേത്തൊക്കെ ആവും. എന്ന് വെച്ചാൽ ചില സമയത്ത് എന്താ വെച്ചാൽ ഭയങ്കര പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ വെച്ചാൽ നമ്മൾ മാസ്ക് ഒന്നിട്ട് നമ്മുടെ മുഖത്തും ഇതൊക്കെയാണ്. ചില സമയത്ത് നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഷർട്ട് സാധനമൊക്കെ പാൻറ്റൊക്കെ മാറ്റിയിട്ടിട്ട് വരേണ്ട അവസ്ഥ വരുന്നുണ്ട്, അത്രയും നമ്മൾ സോയിലുണ്ടാവും. നമ്മൾ അവർ ഡെലിവറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, നമ്മൾ സ്വാർത്ഥത കൊണ്ടാണ്. അവർ ഡെലിവറി ആയി കുഴപ്പമില്ലാതെ വീട്ടിൽ പോയിക്കോട്ടെ. ഇപ്പോൾ ഡെലിവറി ആവുന്ന ഒരു പേഷ്യൻ്റ് അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ശരിക്കത് സ്ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട് സിസേറിനായി പോകണ്ട എന്നുള്ളൊരു സങ്കടം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. പക്ഷേ ചില പല സമയത്തെന്ന് വെച്ചാൽ ചിലപ്പം വല്ലാണ്ട് തെറ്റിദ്ധരിക്കും. ഇത്രയും ഈ പേഷ്യൻ്റ് ഡേ 1 മുതൽ UPT പോസിറ്റീവ് ആയ മുതൽ പ്രസവിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന പേഷ്യൻ്റാണ്, നോർമൽ ഡെലിവറി വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന പേഷ്യൻ്റാണ്. ഇതാണ് ഇങ്ങോട്ട് അവസാനം കൊണ്ട് കലടക്കാൻ പോകുന്നത്. നമുക്ക് സങ്കടമാവില്ല, ഇതിപ്പോൾ എന്താണെന്ന് ഇങ്ങനെയാണെന്ന് വെച്ചാൽ. ആ സമയത്ത് അവർ നമ്മളോടൊക്കെ സോറി പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പിറ്റേന്നിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളോട് ഭയങ്കരമായിട്ട് അവർ സോറി വരും, സാറിന് ചവിട്ടി പോയിട്ടുണ്ട്, പ്രശ്നമാണ്, അതാണ്. ഈ ഡെലിവറി എന്ന് പറയുന്നത്, പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. കുറേ പ്രസവം നടക്കുന്നുണ്ടാവില്ല അല്ലേ സാർ ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ ഈ ലേബർ റൂം എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പേടിയുള്ളൊരു കാര്യമായിരിക്കും. ലേബർ റൂമിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും എന്താണ് ലേബർ റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. ശരിക്കും സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, സാർ എന്താണ് അവിടെ ഉള്ളിൽ നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ എന്താ വെച്ചാൽ ലേബർ റൂമിന് മുന്നിൽ വരുന്ന സമയത്തൂടെ ഒരു ബോർഡ് ഉണ്ടാവും, പ്രവേശനമില്ല, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ മരത്തെന്ന് വെച്ചാൽ എന്താ ഉള്ളിൽ നടക്കുന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പ്രവേശനം ഇല്ലാത്ത സ്ഥലത്ത് എന്ത് നടക്കുന്നു, വാട്ട് ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഒരു മനുഷ്യൻ്റെ മനസ്സങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല, ഇതിനുള്ളിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ചിലപ്പോൾ മകളായിരിക്കാം, ചിലപ്പോൾ പേരക്കുട്ടിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ വളരെ വൈഫായിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ വളരെ ടെൻസ്ഡ് ആയിട്ടാണ് പുറത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ എന്താ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തീരെ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ 100% കറക്റ്റ് ആയിക്കോളും. നമ്മൾ ലേബർ സ്യൂട്ടിലൊക്കെ നമ്മൾ എന്തായാലും ബൈസ്റ്റാൻഡെ കയറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ കയറ്റുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഒരു റെഗുലർ ഇൻ്റർവെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഫീമെയിൽ ബൈസ്റ്റാൻഡർ കയറി സംസാരിച്ച് ഇറങ്ങി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വാട്ട് ഈസ് ദ തിങ് റിയലി ഹാപ്പനിങ് എന്നുള്ളത് ഒരു സംഭവമാണ്. നമ്മൾ സാധാരണഗതിയിൽ ലേബർ റൂമിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് അസസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ OP കാണുന്ന സമയത്ത് പേഷ്യൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ടാവും, എപ്പോൾ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ പറഞ്ഞ സമയത്തായിരിക്കും ചിലപ്പോൾ അഡ്മിറ്റ് ആകുന്നുണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ അവർ സ്പോണ്ടേനിയസ് പെയിനായിട്ട് വരുന്ന പേഷ്യൻ്റ് ആയിരിക്കും. ഏതായാലും എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ അസസ്മെൻ്റ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പേഷ്യൻ്റ് വയറൊക്കെ നോക്കി കുട്ടിയുടെ വെടിപ്പൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻ, പെർവജനൽ എക്സാമിനേഷൻ എന്നൊരു ഉള്ളിൽ പരിശോധിക്കാൻ സാധാരണ നമ്മൾ പറയുന്ന ഒരു സാധനം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മൾ കാഷ്വാലിറ്റി അഡ്മിറ്റ് ആവുന്ന കുട്ടി നമ്മൾ എന്താ ചെയ്യുക, ആദ്യം പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മളെ ഡ്യൂട്ടി ഡോക്ടറോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റോ ECG എടുക്കും. അതുമാതിരി നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി ഒരു പ്രാഥമികമായിട്ട് ചെയ്യേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വെൽബീങ് എങ്ങനെയുണ്ട്, കുട്ടി ശരിയാണോ, റെഡിയാണോ, ഹാർട്ട് ബീറ്റ് അത് നോക്കുന്നൊരു സാധനമാണ്. നമ്മൾ സാധനം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീറ്റൽ മോണിറ്ററിങ് സാധനം, കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിങ്, NST എന്ന് പറയുന്നത്, നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇലക്ട്രോഡ് ഒരു പ്രോബ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അത് മെഷീനിലോട്ട് പോകും. അതേമാതിരി കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ മുകളിൽ ട്രേസ് ചെയ്തിട്ട് ഇങ്ങനെ വരും. അത് കാണുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് ഓക്കെ, അത് ഹാർട്ട് റേറ്റ് നോർമലാണോ,
അല്ലെങ്കിൽ കൂടുതലുണ്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ ഇ സി ജിയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ പറയുന്ന മാതിരി ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, വേരിയബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് ആണെന്ന് നോക്കും. അത്രയും നോർമൽ ആണെങ്കിൽ ബേബി ഈസ് ഓക്കെ, പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ. പിന്നെ ചില പേഷ്യൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നേ ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും പിന്നെ ചില സമയത്ത് കോപ്പിലൊക്കെ വരുന്ന പേഷ്യൻറ്റ് റുട്ടീനായിട്ട് വരുന്ന പേഷ്യൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ PV ആയിരിക്കും, നമുക്കറിയാം പേഷ്യൻ്റ് പെയിൻ ഉണ്ട്, നേരത്തെ രാവിലെ മുതലേ പെയിൻ വന്നിട്ടുണ്ടാവും, ദേ ആർ നോട്ട് അപ്രിഷിയേറ്റിംഗ് ഇറ്റ് അല്ലെങ്കിൽ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർവജനൽ എക്സാമിനേഷൻ എന്ന് പറയും, PV ചെയ്യുമ്പോൾ ഉള്ള പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇയാൾ എവിടെയാണ്. ഇപ്പം ഡെലിവറി ഇമ്മീഡിയറ്റ് ഡെലിവറി നമ്മൾ ഇംപെൻഡിങ് ഡെലിവറി ആണോ, ഇനിയിപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി വല്ലപ്പോൾ തിരിച്ചാൾ വീട്ടിൽ വിടാൻ പറ്റുമോ, ഈ മാതിരി കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ അറിയാൻ പറ്റും. പിന്നെ അതേമാതിരി നമ്മൾ നോക്കുമ്പോൾ ഹെഡ് എത്ര ഇറങ്ങിയിട്ടുണ്ട്, പ്രസവിക്കാനായിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ അതിൽ ഈ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഞങ്ങൾ MBBS പഠിക്കുന്ന സമയത്ത് ബിഷപ്പ് സ്കോർ എന്നൊരു സാധനമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെലിവറി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അഡ്മിറ്റ് ആണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നൊരു സാധനം. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഒന്ന് നമ്മൾ നോക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗമല്ലേ, അത് നമ്മൾ സെർവിക്സ് എന്നാണ് പറയുക. സെർവിക്സിൻ്റെ ഒരു ഇഫേസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ സെർവിക്സിൻ്റെ അടിഭാഗം ശരിക്കൊരു സെർവിക്സ് നമ്മൾ താഴെ അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയിലത്തെ ഭാഗം, ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വജനൽ കൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഭാഗം. അതിൽ നമ്മൾ എത്ര ഈ ഇഫേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തിന്നായിട്ട് വരണം. ശരിക്കും ഒരു 3 to 5 സെൻറ്റിമീറ്റർ ഒക്കെ കട്ടിയുള്ളൊരു സാധനമാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. അത് ലേബർ പെയിൻ വരുന്നതിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പ്രോഗ്രസീവ്ലി മേലോട്ട് അടുത്തടുത്ത് പോയിട്ട് അവസാനം ഈ 5 സെൻറ്റിമീറ്റർ കട്ടിയുള്ള സാധനം ജസ്റ്റ് ഒരു 5 millimeter ഒക്കെ തിക്നെസ്സുള്ള ചെറിയൊരു എന്താ പറയുക ഒരു റിമ്മ് മാത്രമായിട്ട് മാറും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് യു വിൽ സേ ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് ഇൻ ലേബർ. അങ്ങനെ പേഷ്യൻറ്റ് ശരിക്കുള്ള പെയിൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ആക്റ്റീവ് ലേബർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റ് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പ്രത്യേകിച്ച് മറ്റേ സാധാരണ നമ്മൾ ലേബർ മോണിറ്റർ ചെയ്യുന്ന വാർഡിലോട്ട് പേഷ്യൻ്റ് മാറ്റുന്നു. അപ്പോൾ തന്നെ നമ്മൾ വൈസ്റ്റാൻഡറോ ഹസ്ബൻഡോ മദറോ ആരാ കൂടുതലെന്ന് വെച്ചാൽ നമ്മളോട് പറയും ഇങ്ങനെയാണ് സ്ഥിതിയുള്ളത്, നമ്മൾ അഡ്മിറ്റ് ആക്കുന്നുണ്ട്, എനിവ കൊടുക്കും, ബാക്കിയുള്ള സാധനങ്ങൾ നോക്കും, എന്നിട്ട് എന്താ പറയാമെന്ന് പറയും. നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേമാതിരി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എനിമ കൊടുക്കും. എനിമ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റ് കംഫർട്ടബിളായിട്ട് കിടത്തി കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റ് നോക്കി പെയിന് വരുന്നുണ്ടോ എന്ന് നോക്കും. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ മെംബ്രെയിൻ സ്പോണ്ടേനിയസ്ലി റപ്ചർ ആവും. നമ്മൾ സാധാരണ പെയിന് വരുന്ന സമയത്ത് ഈ അതാണ് ഡയലട്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളെ ഈ ബാഗ് ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത് വെച്ചാൽ ബേബീനെ ഹോൾഡ് ചെയ്യുന്ന ഗർഭപാത്രത്തിനുള്ളിലുള്ള ഒരു ബാഗ് ഉണ്ട്, അതിലാണ് ബേബി ഹോൾഡ് ചെയ്യുന്നത്. നല്ല പെയിന് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് റപ്ചർ ചെയ്യും. ഇനിയിപ്പം ഇത്രയും ഒരു 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് റപ്ചർ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ റപ്ചർ ആക്കും. എന്ന് വെച്ചാൽ പെയിന് വരാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമാണ്. അങ്ങനെ പെയിന് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്ലൂയിഡ് ഒന്നും കൊടുക്കും. സാധാരണ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സാധാരണ ഈ റിംഗർ ലാക്റ്റേറ്റോ സലൈനോമൈറോ മെഡിസിൻ ഒന്നും ആഡ് ചെയ്യാത്ത വെറുതെയുള്ള ഫ്ലൂയിഡ് മാത്രം കൊടുത്താൽ മതിയോ. ചിലപ്പോൾ നല്ല പേഷ്യൻറ്റ് കൺട്രാക്ഷൻ പെയിനും വരുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പെയിന് വന്ന് അങ്ങനെ പോയിക്കോളും. നമ്മൾ വിചാരിച്ച മാതിരി കൺട്രാക്ഷൻ വരാതിരിക്കുകയോ പെയിന് വരാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ഇൻ്റർഫിയർ. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ആൾക്കാർ പറയില്ലേ ഗ്ലൂക്കോസ് കയറ്റം എന്ന് പറയില്ലേ. ഈ ഗ്ലൂക്കോസ് കയറ്റുക എന്ന് പറയുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഒരു ശരിക്കും ഇൻ ദ സ്ട്രിക്ട് സെൻസ് ഇറ്റ് ഇസ് നോട്ട് ഗ്ലൂക്കോസ് അല്ല കൊടുക്കണം. നമ്മൾ ശരിക്കും സലൈനാണ് കൊടുക്കുന്നത്. നോർമൽ സലൈൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അല്ലാത്ത വേറൊരു ഒരു ഫ്ലൂയിഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്ലൂക്കോസ് സാധാരണ പിറ്റോസിന് മരുന്നിട്ട് കൊടുക്കില്ല. ഈ കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഉണ്ടാകുന്നൊരു സാധനമാണ്. നമ്മൾ പുറത്തുനിന്ന് ലേബർ ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡോട് നമ്മൾ പറഞ്ഞില്ലേ നോക്കാം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഈ മെംബ്രെയിൻ റപ്ചർ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ സീൻ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫേസിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ മെംബ്രെയിൻ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് വരും. ഈ ഫ്ലൂയിഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള അടുത്തത് എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സാധനമാണ്. യൂഷ്വലി പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഡിസ്ട്രെസ് ഒന്നും ഇല്ലാത്ത കുഴപ്പമില്ലാതെ നോർമലി പോകുന്നൊരു ബേബി ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡ് നോർമൽ കളറായിരിക്കും. സാധാരണ മെച്ചുവർ ആയി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചൊരു എന്താ പറയുക ടേം ഡേറ്റ് ആയ ബേബി ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫ്ലേക്സുമായിട്ടുള്ള സാധനങ്ങളുണ്ടാവും, വെർണിക്സ് എന്ന് പറയുന്ന സാധനമുണ്ടാവും. പിന്നെ അതിൻ്റെ കളർ നോർമൽ സാധാരണ ഒരു വാട്ടറി കളറുള്ള സാധനം കുറച്ച് വൈറ്റ് ഒരു ഫ്ലേക്സ് മാതിരി ഉണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പം അതിൻ്റെ അബ്നോർമൽ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ബേബി മെക്കോണിയാവും. മെക്കോണിസിയൻ അംനിയോട്ടിക് ഫ്ലൂയിഡ് വരാം. ചില സമയത്ത് അതിലും കൂടുതൽ കുറച്ചും കൂടെ പിന്നെ കോൺസിക്വൻസ് ഉണ്ടാകും ബ്ലഡ് സ്റ്റെയിൻ ഫ്ലൂയിഡ് വരാം. ബ്ലഡ് സ്റ്റെയിൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അലാമിങ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചും കൂടെ ഈ അബ്ലിപ്ഷോ പ്ലാസൻ്റ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഉള്ളൊരു സാധനമാണ്.
ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ നമ്മൾ ഈ ഉള്ളു പരിശോധിക്കുന്ന സമയത്ത് സർവീക്സ് സംബന്ധിച്ച ചെറിയ ചെറിയ ബ്ലീഡിങ്ങും സാധനങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. അത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ താനെ അങ്ങ് സബ്സൈഡ് ചെയ്ത് പോയിക്കോളും, നമ്മളായിട്ട് ഇൻ്റർഫിയർ ആണ്. മറ്റേ ബ്ലഡ് സ്റ്റെയിൻ അമ്നോട്ടിക് ഫ്ലൂയിഡ് തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡ് തന്നെ ബ്ലഡ് ഒരു നല്ലൊരു ബ്ലഡിഷ് കളറിൽ രക്ത കളറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എൻ അലാർമിംഗ് സൈൻ. എന്താ വെച്ചാൽ അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ ബേബിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാസൻ്റ ഉണ്ടല്ലോ, ഈ പ്ലാസൻ്റെയും ഗർഭപാത്രവും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകും. കണക്ഷൻ വിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബിയുടെ ഈ സാധനങ്ങളുണ്ടല്ലോ, ഈ പ്ലാസൻ്റയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കുറയും. ഹാർട്ട് റേറ്റ് ഒക്കെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറയാൻ തുടങ്ങും. ചിലപ്പോൾ അമ്മയുടെ എന്താ വെച്ചാൽ ഈ പ്ലാസൻ്റൽ സെപ്പറേഷൻ ഭാഗത്ത് ചില സാധനങ്ങൾ ബ്ലഡ് സർക്കിൾ അമ്മയുടെ ബ്ലഡിലോട്ട് പോകുന്നുണ്ട്, അത് ചിലപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് റേറ്റ് കുഴപ്പമില്ലാത്ത ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിത്തിൻ ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഡെലിവറി ആവും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ വേഗം ഡെലിവറി ആക്കാം. അതർവൈസ് എത്ര തന്നെ നേരത്തെ നോർമൽ ഡെലിവറി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും എത്രയാണ് എന്താണെങ്കിലും വി ഹാവ് ടു ടേക്ക് കെയർ ഫോർ സെക്കൻഡ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസേറിയൻ എടുത്തിട്ട് ബേബീനെ സേവ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കോണിയാണ്. മെക്കോണിസ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നൊരു സാധനമാണ്, കുട്ടി മഷി കുടിച്ച് എന്നാണ് പറയാം. അപ്പോൾ മെക്കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ അപ്പി പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ മെക്കോണി എന്ന് പറയാം. യൂഷ്വലി ബേബി എന്താണെന്ന് വെച്ചാൽ ഇൻ യൂട്രോ ഗർഭപാത്രത്തിനുള്ളിൽ മൂത്രമൊഴിക്കും, വെള്ളം കുടിക്കും. അത് നോർമലി നടക്കുന്നൊരു പ്രോസസ്സാണ്. കിട്ടുന്ന വെള്ളം അത് കുടിക്കും, അത് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ അമ്നോട്ടിക് ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇത് കുടിക്കുകയും വേണം, അതേമാതിരി തന്നെ മൂത്രമൊഴിക്കുകയും വേണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേബി പിന്നെ ഡേറ്റ് കഴിയുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരു 40 വീക്സ് വരെ നമ്മൾ ഡേറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മെക്കോണിയം പാസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഈ മെക്കോണിയം പാസ് ചെയ്യുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ആൾക്കാർ പറയില്ല പേടിച്ച് വാറ്റുന്ന് പോയി പോകാന്ന് പറയൂലേ, ഈ എന്തോ ഭയങ്കര സാധനം കാണുമ്പോൾ ചില ആൾക്കാർ ബുദ്ധിമുട്ടായി പോകില്ലേ, അതേമാതിരി ബേബിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അപ്പോഴാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. സാധാരണ ആദ്യം ചിലപ്പോൾ എന്താ വെച്ചാൽ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവും, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ വളർച്ച കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അമ്മയ്ക്ക് പ്രഷറോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ കോഡ് കംപ്രഷൻ വരാം, പൊക്കിൾ കൊടി കംപ്രസ് ചെയ്തിട്ട് ബേബിയുടെ സർക്കുലേഷൻ പ്രശ്നം വരുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ബേബി മെക്കോണിയം പാസ് ചെയ്യും. മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി കെയർഫുൾ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഈ കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിൻ്റെ സാധനം നമ്മൾ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ബേബിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അതിൽ നമ്മൾ ഹാർട്ട് കൂടുക കുറയാന്ന് വരും. ഈ കണ്ടിന്യൂസ് ആയിട്ട് മെക്കോണി വന്നു കഴിഞ്ഞിട്ട് ഹാർട്ട് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. പിന്നെ ഇതിൽ ബീറ്റ് ടു ബീറ്റ് വേരിയബിലിറ്റി എന്ന് പറയും. അങ്ങനെ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് ഹാർട്ട് ബീറ്റ്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയോ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് പിന്നെ നമ്മൾ വെയിറ്റ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു വലിയ കുഴപ്പമില്ലാതെ ഒരു 1 hourലൊക്കെ നമുക്ക് ഡെലിവറി ആക്കാൻ പറ്റണം. എങ്ങനെയുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പ്രൊലോങ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ, ശരിക്കുള്ള ഇഫേസ്മെൻ്റ് ഒന്നും ആവാത്ത രീതിയിലൊക്കെയാണ് ഈ സാധനങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സിസേറിയൻ ചെയ്ത് ബേബിനെ എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. ഇതിന് തന്നെ മെക്കോണിയത്തിന് ചില ഗ്രേഡിംഗ് ഒക്കെ ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പറയുന്നത്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ് വളരെ കുറച്ച് ലൈറ്റ് മെക്കോൺ എന്ന് പറയും, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സാധനത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം 7-8 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് കാത്തിക്കാൻ പറ്റും, കുഴപ്പമില്ലാതെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡഡ് ദാറ്റ് വി ആർ മോണിറ്ററിങ് ദ ബേബി. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോഗ്രസ് ഉണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡെലിവറി ആക്കാൻ പറ്റുമായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ മോഡറേറ്റ് മെക്കോൺ എന്ന് പറയും, കുറച്ചും കൂടെ തിക്കാണ്, പക്ഷേ അങ്ങോട്ട് ഗ്രേഡ് 3 എത്തിയിട്ടുമില്ല. അങ്ങനത്തെ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ എടുക്കണം. തിക്ക് മെക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കുള്ള അപ്പിയുടെ കളറിൽ തന്നെ നമ്മൾ കട്ടയായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ കഴിയുന്ന പറഞ്ഞാൽ ഇമ്മിനൻ്റ് ഡെലിവറി എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ്സ് ഒന്നും ഡെലിവറി നടക്കുന്നില്ല എന്ന് വെച്ചാൽ വി ഹാവ് ടു ടേക്ക് ഫോർ സെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ആ ലൈക്കറിൻ്റെ സാധനങ്ങൾ നമ്മൾ അതാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ലൈക്കറിൻ്റെ സാധനങ്ങൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്കറൊക്കെ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന കുട്ടിക്കോളെ നമ്മൾ വെച്ചു. സാധാരണഗതിയിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലേബർ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്ന സാധനമുണ്ട്, പാർട്ടോഗ്രാം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ ആൾക്കാർക്ക് അറിയാം. ഇതിലെന്താ വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഉണ്ടാവില്ലേ, നമ്മളത് കാണുമ്പോൾ അറിയാമല്ലോ ഇത്ര മാർക്കുണ്ട്, ഇത്ര ഫെയിലായി, A+ ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം. അതേമാതിരി നമ്മൾ ലേബറിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡാണ് ഈ പാർട്ടോഗ്രാം എന്ന് പറയുന്ന സാധനം.
അതിൽ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവിക്സിൻ്റെ ഡയലറ്റേഷൻ എത്രയുണ്ട്, ലൈക്കറിൻ്റെ കളർ എത്രയാണ്, പിന്നെ നമ്മുടെ ഹെഡിൻ്റെ ഡിസെൻറ്റിൻ്റെ ഒരു സാധനമുണ്ട്. ഹെഡ് തല ഇറങ്ങിയോ വരുന്നത്. ആ. ആൾക്കാർ തല ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ആ പെൽവിക് ബ്രിമ്മെന്ന് ഇറങ്ങി താഴെ ഒരു സ്പൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടെ വരെ എത്തണം എന്നുള്ളതാണ് കണക്ക്. ആ സ്പൈനാണ് നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് സാധനം, ഡിലീഷ്യൽ സ്പൈൻ എന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് എന്താ വെച്ചാൽ വേറെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ലാതെ ഡെലിവറി ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ലേബർ റൂമിൽ കിടക്കുന്നൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല വെച്ചാൽ എവരി 4th hour ഇൻ്റർവെൽ നമ്മൾ PV ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആരെങ്കിലും ചെയ്യും. അപ്പോൾ നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസ് ഇപ്പം ഈ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇതിൻ്റെ എന്താ വെച്ചാൽ 1 cm/h വെച്ചിട്ട് ഡയലറ്റേഷൻ വേണമെന്നാണ് നമ്മൾ പറയുക. അതിപ്പം നമ്മളിപ്പം സാധാരണഗതിയിൽ പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ PV ചെയ്തു, 3 cm ഉണ്ട്. അടുത്തൊരു 4 മണിക്കൂർ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് 7 cm നമ്മൾ ഉണ്ടാവും നമ്മൾ വിചാരിക്കുക. ആ 7 cm ഉണ്ടാവുന്നതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്ലോ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഇങ്ങനെ ഇറങ്ങി വരും. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെഡിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻഡ് ചെയ്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ തുടക്കത്തിൽ ഫസ്റ്റ് പ്രഗ്നൻസി കണ്ട് നേരത്തെ നമ്മൾ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 38 weeks ഒക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി വരും. ചിലപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ ഫിക്സേഷൻ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മെഡിക്കൽ ടേം ഇറങ്ങി വരും എന്നാണ് വിചാരിക്കുക. ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3-ോ 4-മത്തെ ഗർഭമാണ് ചിലപ്പോൾ ഹെഡ് ഇറങ്ങിക്കൊള്ളണമെന്നേ ഇല്ല. ശരിക്കും നമ്മൾ വേദനയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ പിന്നെ മെംബ്രെയിനൊക്കെ പൊട്ടിയതിന് ശേഷമാണ് ചിലപ്പോൾ ഇറങ്ങി വരുന്നുണ്ടാവുക. അപ്പോൾ അത് പ്രഗ്നൻസിയുടെ പിന്നെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ഹെഡിൻ്റെ ഇറക്കം കുറച്ചും കൂടെ ഡിലേ ആയിട്ട് വരും എന്ന് വിചാരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നുണ്ടോ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്. ഈ CFM എന്ന് പറഞ്ഞ സാധനമുണ്ട്, കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്റർ ഉണ്ട്, ബാക്കിയുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേഷ്യൻ്റ് വെള്ളമോ സാധനങ്ങളോ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പം പിന്നെ സംസാരിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള ചിലപ്പോൾ വൈസാൻഡർ വന്നിട്ട് സമാധാനിപ്പിച്ച് പോകുന്നുണ്ടാവും, സ്റ്റാഫിൻ്റെ എടുക്കുന്നവർ സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ തന്നെ വന്ന് നോക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഡെലിവറി ആവും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഡെലിവറി ആകുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുള്ളാകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഫുൾ എന്ന് പറഞ്ഞാൽ സെർവൈക്കൽ ഡയലറ്റേഷൻ. ആ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ 10 cm ആണ് ഫുൾ സെർവൈക്കൽ ഡയലറ്റേഷൻ എന്ന് പറയുന്നത്. ഫുള്ളി സെർവിക്സ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെർവിക്സ് അതിൻ്റെ പണി തീർന്നു. അത് നമ്മൾ അതിന് ചെയ്യേണ്ട നമുക്ക് വേണ്ട പണി അത് ചെയ്ത് തന്നു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് പിന്നെ എന്താ പറയുക പുഷ് ചെയ്യണം, പുഷ് ചെയ്തിട്ട് ഇറങ്ങി ഇതാക്കണം. ഈ പുഷ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഭയങ്കര പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പെൽവിക് ഫ്ലോറിൽ ഇതിനകത്ത് ഈ ഹെഡ് ഇങ്ങനെ വന്നിട്ട് പ്രസ് ചെയ്യാതെ, ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് വരണം. നമ്മൾ സാധാരണഗതിയിൽ ഒരാൾക്ക് നോർമലി പ്രസവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇവിടുത്തെ ഭാഗം ഉണ്ട്, നമ്മൾ ഓക്സിപ്പിട്ട് എന്ന് പറയുന്നത് ആ ഭാഗം ആൻറ്റീരിയർലി വന്നാലാണ് പ്രസവിക്കാൻ കുറച്ചും കൂടെ സൗകര്യം. ഇനിയിപ്പോൾ അതല്ല പോസ്റ്റീരിയർലി നേരെ ഡയറക്റ്റ് ആയിട്ട് ഒന്നുകിൽ ഫ്രണ്ടിൽ വരിക അല്ലെങ്കിൽ നേരെ ബാക്കിൽ വരിക, ഈ രണ്ട് സൈഡിൽ വന്ന് ആൻറ്റീരിയറിൽ വന്നാൽ കുറച്ചും കൂടി എളുപ്പമാണ് പ്രസവിക്കാൻ. പോസ്റ്റീരിയറിലാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറിക്ക് ആവശ്യമുണ്ട്, ചിലപ്പോൾ വാക്കോ ഫോസപ്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമായിരിക്കും. ഇനിയിപ്പോൾ അതേ സ്ഥാനത്ത് ഇത് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് നോട്ടിക്കോ. ഒന്നുകിൽ പ്രത്യേകിച്ച് ഈ റൈറ്റ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ വലത്ത് സൈഡിലോട്ട് ഈ ഇതിൻ്റെ സാധനം ഇങ്ങനെ വന്ന് നിന്ന് പോവാന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നല്ലോണം പുഷ് ചെയ്ത് ഓരോ പുഷ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരണം. ഇങ്ങനെ നല്ലോണം പുഷ് ചെയ്ത് ഓരോ പുഷിനും വന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വരണം. ഇനിയിപ്പോൾ അതല്ല പുഷ് ചെയ്ത് റെഡിയായി വരുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡെലിവറി ആവാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അതാണ് നമ്മൾ ഈ ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. പേഷ്യൻ്റ് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടാവും, പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. ഡീപ്പ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ഫോഴ്സസ് അപ്ലൈ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. മാനുവലി റൊട്ടേഷൻ, ഫോഴ്സസ് അപ്ലിക്കേഷൻ, അതൊക്കെ കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്. ബേബിക്ക് ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുന്നൊരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പേഷ്യൻ്റ് ഡെലിവറി ആണെന്ന് വിചാരിക്കണം. കൂടുതൽ പേഷ്യൻ്റ് പുറത്തുള്ള ബൈസ്റ്റാൻഡർ വിചാരിക്കുക ഡെലിവറി ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പേഷ്യൻ്റ് പുഷ് ചെയ്യൂല, ഇത് ഓൾറെഡി എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കുട്ടികളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അധികം സംസാരിക്കാനും പറ്റില്ല. കൂടുതൽ നമ്മൾ ഹാർഷായിട്ട് എന്നും പറയുമ്പോൾ അവർ ഭയങ്കര സങ്കടപ്പെടും. എന്ന് വെച്ചാൽ ആരും വീട്ടിൽ നിന്ന് ആരും നേരത്തെ വെച്ചായിട്ട് സംസാരിച്ച് പരിചയം ഉണ്ടാവും ഇപ്പോഴത്തെ കുട്ടിക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ പറയും, വേറെ ഒന്നുമല്ല പറയാം, പുഷ് ചെയ്യുന്ന ചിലപ്പോൾ ഉറക്കെ പറയും. നമ്മൾ ഈ സൗണ്ടിൽ പറയുന്നതിനേക്കാളും കൂടുതൽ പുഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ കൂടെയുള്ള സ്റ്റാഫും ചിലപ്പോൾ എന്താ വെച്ചാൽ അവർക്കറിയാം, അവരെത്രയോ കാലമായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഒരു പേഷ്യൻറ്റിനെ PV ചെയ്യുമ്പോൾ അവർക്കറിയാം ഇത് ഡെലിവറി ആവുന്നതാണോ അല്ല എന്നുള്ള ഏതാണ്ട് അവർക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവരെന്ന് പറയും സാറ് ഇത് ഡെലിവറി ആവുന്ന പേഷ്യൻ്റാണ്, ഇവിടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ആയിപ്പോയെന്ന് ഇങ്ങനെ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പം എന്താ വെച്ചാൽ പുഷ് ചെയ്യാണ്ടാകുമ്പോൾ നമ്മളും പറയും, എന്നിട്ട് ഈ സ്റ്റാഫും പറയും മുക്ക് എല്ലാവരും കൂടെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിമാർ വരെ ചിലപ്പം അറ്റൻഡേഴ്സ് ചേച്ചി വരെ മുക്ക് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇവരിങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് കുറച്ച് പെയിനൊക്കെ വന്ന പേഷ്യൻ്റ് ഒരു ഹാഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. ഇവർ കുറേ എന്തൊക്കെയോ ബഹളം മാത്രമേ കേൾക്കുന്നുണ്ടോ, കുറേ ഒച്ചയും ബഹളം എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഒച്ചയെടുക്കുന്നുണ്ട്, വേറെ ആൾക്കാർ ഒച്ചയെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ ഡെലിവറി ആയിട്ട് ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞൊരു റൂമിൽ പോയിട്ട് ഉറക്കമൊക്കെ ഉറങ്ങി കുട്ടീനെ കണ്ട് ആൾക്കാരൊക്കെ സംസാരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡിനോടൊക്കെ പറയും ഈ ലേബർ റൂമിൽ ഭയങ്കര മോശമാണ് കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ചീത്ത പറഞ്ഞു, സിസ്റ്റർമാർ ചീത്ത പറഞ്ഞു, ചേച്ചിമാർ ചീത്ത പറഞ്ഞു, മൊത്തം ചീത്തയുടെ ഒരു പൂരാണ് അവിടെ. ഞാനിങ്ങോട്ട് വരുമല്ലേ, പ്രസവം തന്നെ അടുത്ത് വരും. അപ്പം എന്തോ പുറത്തിരിക്കുന്ന ആൾക്കാർ എന്താ കരുതും, ഉമ്മമാരൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നാണ്. ഈ ഹസ്ബൻഡ് ചിലപ്പോൾ ആദ്യത്തെ പ്രസവിക്കുക ഇവരെന്താ വിചാരിക്കുക, ഈ മനുഷ്യൻ എന്താ ചെയ്തത്, ഈ 10 മാസം ഇയാളെ കൃത്യമായിട്ട് കാണിച്ച് എന്നിട്ട് അവസാനം ഇയാൾ എൻ്റെ വൈഫിനെ കൊണ്ട് അവിടെ ചീത്ത പറഞ്ഞ് നാശകോശാക്കി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് എനിക്ക് തിരിച്ചു വന്നു, അങ്ങനെയല്ലേ വിചാരിക്കാം. ശരിക്കും സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഒച്ചയെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിഷമുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിലെ കുട്ടികളെ ചീത്ത പറയൂലേ, എന്തിനാ പറയണേ, അത് പറയുന്നത് നമ്മളെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ ചീത്ത പറയുന്നില്ലല്ലോ, നമുക്കറിയണ്ട, അയാൾ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും, നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ കുട്ടികളുടെ ചീത്ത പറയുന്നത് കുട്ടികൾ നന്നാവണം, കുട്ടികളുടെ ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ ചീത്ത പറയുന്നത്. അപ്പോൾ ചീത്ത പറഞ്ഞാൽ അവർ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരോട് എന്തെങ്കിലും കാര്യത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ ഡെലിവറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ്. അവർ ഡെലിവറി ആയി കുഴപ്പമില്ലാതെ വീട്ടിൽ പോയിക്കോട്ടെ. ഇപ്പോൾ ഡെലിവറി ആവുന്നൊരു പേഷ്യൻ്റ് അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ശരിക്കത് സ്ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട് സിസേറിന് ആയി പോകണ്ട എന്നുള്ളൊരു സങ്കടം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. പക്ഷേ പല സമയത്തും ചിലപ്പോൾ വല്ലാണ്ട് തെറ്റിദ്ധരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു സാധനം എന്താ വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഈ പ്രശ്നം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡ് പിടിച്ച് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ നല്ല പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കയറിയിട്ട് അങ്ങ് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ടിയില്ല. അവർ പിന്നെ ബേബി ഔട്ടാവുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യൻ്റ് ഈ വി ബാക്കിന് ആദ്യത്തെ ഓപ്പറേഷനായിട്ട് രണ്ടാമത് ഡെലിവറി ചെയ്യാൻ വന്നൊരു പേഷ്യൻ്റാണ്. അല്ലെങ്കിൽ ഈ അതിൻ്റെ വലിയ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് ഡെലിവറി ആവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡെലിവറി 4-5 പുഷ് ചെയ്താലെങ്കിൽ പോരും. പക്ഷേ പേഷ്യൻ്റ് എനിക്ക് വേണ്ട, ഞാൻ ഓപ്പറേഷൻ ചെയ്യും, എനിക്ക് ആദ്യത്തെ ഓപ്പറേഷനാണ്, ഞാൻ ഈ ഓപ്പറേഷൻ പ്രസവിക്കില്ല എന്ന് പറയും. ഇത്രയും ഈ പേഷ്യൻ്റ് ഡേ 1 മുതൽ UPT പോസിറ്റീവ് ആയ മുതൽ പ്രസവിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന പേഷ്യൻ്റാണ്. നോർമൽ ഡെലിവറി വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന പേഷ്യൻ്റാണ്. ഇതാണ് ഇങ്ങോട്ട് അവസാനം കൊണ്ട് കലടക്കാൻ നമുക്ക് സങ്കടമാവില്ല. ഇതിപ്പോൾ എന്താണെന്ന് ഇങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഞാൻ ഏതൊരു ഹസ്ബൻഡാണോ പിന്നെ എന്താ പറയുക പേഷ്യൻ്റ് ആണോ നമുക്കറിയില്ല, ഒരു ഉമ്മനെ പിടിച്ച് ഉള്ളിലെഴുത്തി അവർ വന്നിട്ട് നല്ലോണം അവർ പറഞ്ഞില്ല ഞങ്ങൾ പ്രസവിച്ചാലെന്താ കുഴപ്പമില്ല, 2 വർത്താനം പറഞ്ഞു, കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പ്രസവിച്ച് പോയി. എന്നുവെച്ചാൽ ആ വർത്താനം നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു അബ്യൂസീവ് ലാംഗ്വേജ് ആയി നമുക്കത് പറയാം. പക്ഷെ കൂടെയുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് വേണമെങ്കിൽ പറയാൻ കുഴപ്പമില്ല, മോളല്ലേ കുഴപ്പമില്ല, അവർക്ക് അവരെ മോളെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ചില സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സാധനം വെച്ചാൽ പക്ഷേ പേഷ്യൻ്റ് ഡെലിവറി ആയിക്കും പേഷ്യൻ്റ് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് അവർ നമ്മളോടൊക്കെ സോറി പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പിറ്റേന്നിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളോട് ഭയങ്കരമായിട്ട് അവർ സോറി വരും. സാറിന് ചവിട്ടി പോയിട്ടുണ്ട്, പ്രശ്നമാണ്, അതാണ് ചിലപ്പം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ കുറേ പറഞ്ഞു. പിന്നെ നമ്മളെ സിസ്റ്റർമാരെ കാര്യം പറഞ്ഞല്ലോ, ഈ ഫുൾ ഡയലറ്റേഷനൊക്കെ ആവുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മോഷൻ വരും, ചിലപ്പോൾ ഓരോ കൺട്രാക്ഷൻ്റെ സമയത്തും യൂറിൻ വരും, പിന്നെ അതിൻ്റെ കുറച്ചുള്ള ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് കുറയുണ്ട്. ഇതെല്ലാം കൂടെ നിന്നിട്ടാണ് ഈ പേഷ്യൻ്റ് ഡെലിവറി ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഇതൊക്കെ നമ്മുടെയൊക്കെ മേത്തൊക്കെ ആവും, സിസ്റ്റർമാരുടെ മേത്തൊക്കെ ആവും. എന്ന് വെച്ചാൽ ചില സമയത്ത് എന്താ വെച്ചാൽ ഭയങ്കര പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ വെച്ചാൽ നമ്മൾ മാസ്ക് ഒന്നിട്ട് നമ്മുടെ മുഖത്തും ഇതൊക്കെയാണ്. ചില സമയത്ത് നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഷർട്ട് സാധനമൊക്കെ പാൻറ്റൊക്കെ മാറ്റിയിട്ടിട്ട് വരേണ്ട അവസ്ഥ വരണം, അത്രയും നമ്മൾ സോയിലുണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തും ഈ സിസ്റ്റർമാരും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കൺട്രോൾ വിട്ട് വരും. സിസ്റ്റർമാർക്ക് ഒരു മോളെ തേനെ കുഴപ്പമില്ല, ഇനി ഒന്നും മുക്ക് സാരമില്ല പൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ റൂമിൽ ലേബർ റൂമിൽ സീനിയർ സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ, ഒരു പുഷ്പസ്റ്റൊക്കെ ഉണ്ട്, അവരൊക്കെ പറയുന്നതായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ അത്രയും ഡൗൺ ടു എർത്തായിട്ട് എന്തൊക്കെ പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ഇത് വിടൂല. എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ അവരാ ലക്ഷ്യം ഇതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ ഒരു പേഷ്യൻ്റ് അല്ലല്ലോ. ഈ ഒരു പേഷ്യൻ്റ് ഡെലിവറി ആയി പോയി കഴിഞ്ഞാൽ അടുത്ത പേഷ്യൻ്റ് വരുന്നത് എല്ലാവരോടും ഇതേ ഒരു കാംനെസ്സിനും കാര്യത്തിലും ഡീൽ ചെയ്ത് പോകണ്ടേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ വക സാധനങ്ങളാണ് ചിലപ്പം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഇതിങ്ങനെ പറഞ്ഞത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ആയി എന്ന് പറഞ്ഞല്ലോ, ഇതിലിപ്പം ഈ ഒരു പേഷ്യൻ്റ് പുഷ് ചെയ്തൊന്ന് കൂട്ടിക്കോളൂ, പുഷ് ചെയ്ത് ഇത്ര എത്തി.
അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ട്രാൻസ്വേഴ്സ് അറസ്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ്, വരുന്നില്ല. ഇനിയിപ്പോൾ അതല്ല, ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് ലൈക്കറൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുഷ് ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ മെക്കോണി വരാൻ തുടങ്ങും. അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബിക്ക് എന്തോ ഈ ഈ ഇൻ ബിറ്റ്വീൻ ആദ്യം ലൈക്കർ പോയതിന് ശേഷം രണ്ടാമതെന്തോ ബേബിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പൊക്കിൾക്കൊടി എവിടെയോ കംപ്രസ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും, മെക്കോണി ആവാം. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണൽ ഫീവർ വരാം. ചിലപ്പോൾ ചെറിയ കോറിയോംനൈറ്റിസോ ഇൻഫെക്ഷൻ എന്തോ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ പനി വരുന്നുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പേഷ്യൻ്റെ ബോഡിയെ ചൂടാവില്ലേ. നമുക്ക് ഫീവർ വരുമ്പോൾ നമ്മൾ ഹെഡ് ടു ഫുട്ട് കംപ്ലീറ്റ് ചൂടാവില്ലേ. അങ്ങനെ ചൂടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ യൂട്രസ് ചൂടാവും, അതിനുള്ളിലെ ലൈക്കർ ചൂടായി കഴിഞ്ഞാൽ ബേബി മൊത്തം ചൂടാവും. അങ്ങനെ ചൂടാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ചിലപ്പോൾ മെക്കോണി, അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, മെക്കോണി പാസ്. ആ മെക്കോണി പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ നമ്മൾ ഡെലിവറി ആവുന്നതെന്ന് വിചാരിക്കുന്ന അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞു വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ തീരെ ഇറങ്ങാത്ത അവസ്ഥ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി ചെയ്യലാണ്ട് വേറെ വഴി ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്നത്. ഡോക്ടർ നമ്മളെ അഡ്മിറ്റാക്കി, ഡോക്ടർ ആദ്യം ഒന്നും പറഞ്ഞില്ല, ഡെലിവറി ആവും എന്ന് എല്ലാവരും പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എന്നിട്ട് അവസാനം അയാൾ കൊണ്ട് സിസേറിയൻ ചെയ്തു. എന്നുവെച്ചാൽ ഈ വേദന മൊത്തം സഹിപ്പിച്ചു, അവസാനം അയാൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. അതാണ് നമുക്കുള്ള പരാതി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത് കഴിഞ്ഞാലും മെനക്കെടാവില്ലല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനാണ് നല്ലൊരു കോസിന് വേണ്ടിയിട്ടാണ്. ഒരാൾ ഡെലിവറി ആവട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നിന്ന് നിൽക്കണം. അപ്പോൾ അത് ഈ ഫുൾ ട്രയൽ കൊടുത്താലല്ലേ നമുക്കറിയാം ഒരാളിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ആവോ ഇല്ലയോ എന്നുള്ളത്. ഈ പറഞ്ഞ വെച്ചാൽ ഈ നമ്മുടെ സെർവിക്സ് ഫുള്ളായതിനു ശേഷം ഇപ്പോഴത്തെ പുതിയ നോംസ് അനുസരിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല വെച്ചാൽ 2 മണിക്കൂറൊക്കെ പുഷ് ചെയ്യിക്കാന്നാണ് പറയുന്നത്. പണ്ടൊക്കെ 1 അവർ, ഇപ്പം 2 മണിക്കൂറൊക്കെ പുഷ് ചെയ്യിക്കാന്ന് പറയുന്നത്. ആ 2 മണിക്കൂറൊക്കെ പുഷ് ചെയ്ത് നോക്കി നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ വിചാരിക്കായിരിക്കും അടുത്ത കൺട്രാക്ഷന്, അടുത്ത പുഷിന് ഇറങ്ങി വരികയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്തിനാ നമ്മൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പം ഡെലിവറി ആയിട്ട് നമ്മൾ ഒന്നും ഇവർ പറയുന്നൊരു ഇഷ്യൂ അത്. ബാക്കിയുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബി പുറത്ത് വരുമ്പോൾ ഈ ക്യാപ്പിട്ട് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഇവിടെയുള്ള കുറേ പുഷ് ചെയ്യുന്ന സമയത്ത് ഹെഡിൻ്റെ ഭാഗം കുറച്ചൊന്ന് ബൾജ് ചെയ്തിട്ട് വരും. ആ ബൾജ് ചെയ്തിട്ട് വരുമ്പോൾ ആൾക്കാർ പുറത്ത് കാണുമ്പോൾ അവർ ഭയങ്കര അനുവിടാവും. ആ കുട്ടീൻ്റെ തലയുടെ ഷേപ്പൊക്കെ മാറിപ്പോയല്ലോ, പ്രശ്നമായല്ലോ എന്നൊക്കെ വിചാരിക്കും. അതിൻ്റെ വേറൊരു ഒരു മെഡിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാപ്പിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം ഈ ന്യൂനെറ്റൽ കുട്ടിക്ക് മഞ്ഞ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം മിക്കവാറും എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് സബ്സൈഡ് ചെയ്യും. പിന്നെ ഇതേമാതിരി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഡെലിവറി ആകുന്നത്. പിന്നെ ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് വരാത്ത സമയത്തൊക്കെ നമ്മൾ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡോട് പറയും ഇങ്ങനെയാണ് സ്ഥിതി ഉള്ളത്. പിന്നെ ഒരു സാധാരണ ഒരു ട്രയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ എടുക്കാം. ഇപ്പം അതല്ല, ചില പേഷ്യൻ്റ് പറയും സിസേറിയൻ എടുക്കണം ഡോക്ടറെ, കുറച്ചും കൂടി നിങ്ങളൊന്ന് നോക്കി ഒരു 1 അവറും കൂടെ നോക്കി. നമ്മൾ അവരോട് പറയുന്നത് വെച്ചാൽ സാധാരണ യൂഷ്വൽ കൊടുക്കേണ്ട ഒരു സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ പേഷ്യൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം അമ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ ബേബിക്ക് ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് ചിലപ്പം NICU അഡ്മിറ്റ് ആകുന്ന ഇഷ്യൂ വരാം. എന്നാലും ചിലപ്പോൾ അവർ പറയും കുറച്ചും കൂടെ നോക്കി വെക്കുന്നത്. കുറച്ചും കൂടെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം കുറച്ചും കൂടെ നമ്മൾ ഇറങ്ങി വരികയായിരിക്കും. ഇറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി കുറച്ചും കൂടെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ ബേബീനെ എടുക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ ബാക്കോട്ട ബേബീനെ എടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ സ്ഥിതിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വയസ്സനോട് പറയും ഇങ്ങനെയാണ് ഹോസ്പിറ്റൽ എടുക്കാം അല്ലെങ്കിൽ ബാക്കോട്ട് എടുക്കാം. എടുക്കുന്ന സമയത്ത് പറഞ്ഞ മാതിരി ബേബി NICU പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം മെറ്റേണൽ പ്രസവത്തിൻ്റെ ഫ്യൂച്ചറും തുന്നും കാര്യങ്ങളും ചിലപ്പോൾ കൂടുതലുണ്ടാവും. കുറച്ചും കൂടി ആ ഒരു റിസ്ക് എടുക്കാൻ അവർ ആക്സെപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റ് ഡെലിവറി പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു യൂഷ്വൽ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിസേറിയൻ എടുത്ത് അങ്ങ് പോകും. എപ്പോഴും ഈ സിസേറിയനേക്കാളും നല്ലത് നോർമൽ ഡെലിവറി തന്നെയാണോ? ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഹൗ ടു റെഡ്യൂസ് സെക്ഷൻ റേറ്റ് എന്നുകൊണ്ട് പണ്ടേ വന്നൊരു സ്റ്റഡിയാണ്, ഇപ്പോൾ അടുത്തൊന്നും വന്നില്ല. കുറേ ഞാനൊക്കെ എന്താണെന്ന് വെച്ചാൽ PGക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ട് വന്നൊരു സ്റ്റഡിയാണ്. അതിലൊരു സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു ട്രെൻഡാണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഡെലിവറി ആവാനാവില്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് തന്നിട്ട് വേദന അധികം സഹിക്കണ്ട, ഏതിനൊന്നും അധികം സഹിക്കണ്ട, കുഴപ്പമില്ലെങ്കിൽ ചെയ്തേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അത് സാധാരണഗതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിൽ ചെയ്യും. എന്ന് വെച്ചാൽ നോർമൽ ഡെലിവറിയാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ സിസേറിയൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പഠിത്തം സാധിച്ചിട്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷനാണ്. നമ്മൾ മൈനസ് അങ്ങനെയല്ല, നമ്മൾ വയർ ഓപ്പൺ ആക്കുന്നുണ്ട്, യൂട്രസ് കട്ട് ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് എടുക്കുന്നുണ്ട്, പിന്നെ റീസ്യൂച്ചർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇടുന്നത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസേറിയൻ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതലാണ്. ഒരു നോർമൽ ഡെലിവറിക്ക് നമ്മൾ 500 ml ബ്ലഡ് ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സിസേറിന് റുട്ടീനായിട്ട് നമ്മൾ 1000 ml എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അത്രയും ബ്ലഡ് പോകുന്നുണ്ട്.
രണ്ടാമത്തെ വെച്ചാൽ പോസ്റ്റ് ഓപ്പിൽ എന്താ വെച്ചാൽ പേഷ്യൻ്റ് പെയിന് കാര്യങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബീസ് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അത് കൂടുതൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലോ അടുത്ത ഡെലിവറിക്കുള്ള ബാക്കിയുള്ള പ്രശ്നം. ഒരു എണ്ണം സിസേറിനായില്ല, ഒരു സ്കാർഡ് യൂട്രസ് ആണ് വരുന്നത്. ഓൾറെഡി ഒരു സ്കാറുള്ള യൂട്രസ് ആണ് വരുന്നത്. അടുത്ത പ്രഗ്നൻസിക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി സിസേറിൻ ആവാനുള്ള സാധ്യത. പിന്നെ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാറിൻ്റെ മുകളിൽ തന്നെ, ഈ ഗർഭപാത്രത്തിൻ്റെ മുകളിലെ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ ചിലപ്പോൾ ഗർഭം വരാം. സ്കാർ എക്ടോപിക് എന്ന് പറയുന്ന സാധനം, അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. പിന്നെ എന്താ വെച്ചാൽ സിസേറിന് ചിലപ്പോൾ എണ്ണം നമ്പർ കൂടുതലാവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലാസിൻ്റെ അക്രീറ്റ പെർക്രീറ്റ എന്നൊക്കെ പറയാനുണ്ട്. ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് ഈ പ്ലാസിൻ്റെ ടിഷ്യൂ കയറി പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഭയങ്കര എന്ന് വെച്ചാൽ ഒബ്സറ്റിക് ഒരു നൈറ്റ് മെയർ മാതിരിയുള്ള സാധനം. എന്ന് വെച്ചാൽ നമ്മൾ ഈവൻ സിസേറിൻ ചെയ്യുന്ന സമയത്ത് ഈവൻ ഹിസ്റ്ററട്ടമി ചെയ്താൽ പോലും നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് മെറ്റേണൽ ഡെത്ത് വരെ നടക്കാൻ സാധ്യതയുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഡെലിവറി ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈവൻ റിക്വസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് നമ്മൾ പറയൂലേ, ഇപ്പോൾ 4 കുട്ടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 5ാമത്തിന് ഓപ്പറേഷൻ ചെയ്ത് പ്രസവം നിർത്തിയേക്കാം. ഒരു ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒന്നുമില്ല, കുഴപ്പമില്ലാതെ നിർത്തി വരിക, പ്രസവിച്ച് പോരാണെങ്കിൽ അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പിക്കലി സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്ന ഒരു പ്രശ്നമില്ല. 1 വീക്ക് റെസ്റ്റ് എടുത്താൽ മതിയാവും, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്. ഈവൻ ദെൻ എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ കൗൺസിൽ ചെയ്താലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതേമാതിരി നമ്മൾ കൗൺസിൽ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങൾ അറിയുക. പണ്ടത്തെ ഇപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആദ്യമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ സർജറിക്കൊക്കെ വരികയാണെങ്കിൽ എന്താ വെച്ചാൽ ഗർഭപാത്രം എടുക്കണം, അണ്ടാശയം എടുക്കണം. നമ്മളിങ്ങോട്ട് പറയും ഇത് ഫൈബ്രോയിഡാണ്, ഗർഭപാത്രം എടുക്കണം, അതിൻ്റെ മുകളിൽ ഓവർ എത്ര, നിങ്ങളുടെ പ്രായം എത്ര ഉണ്ട്, ഗർഭപാത്രം അണ്ടാശയം എടുത്തേക്കാം. തുടക്കത്തിൽ നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 5 to 10 years ഒക്കെ വരെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതങ്ങനെയാണ് അവരൊക്കെ പറയും, ഗർഭപാത്രം എടുത്ത് അണ്ടാശയം എടുത്ത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് നമുക്കൊന്നും എന്താ വെച്ചാൽ അതിൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഒരു പേഷ്യൻ്റെ ഹിസ്റ്ററട്ടമിക്കൊക്കെ കൗൺസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഇപ്പോൾ ഫൈബ്രോയിഡ് ആയിരിക്കും, ചിലപ്പോൾ പേഷ്യൻ്റെ ഏജ് 45 ആയിരിക്കും, ചിലപ്പോൾ ഓവറിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എന്താ ഹിസ്റ്ററട്ടമി ചെയ്തു, കുഴപ്പമില്ല, പേഷ്യൻ്റെ വീട്ടിൽ പോയി കുഴപ്പമില്ല, ഒന്നുമില്ല, നിങ്ങളെ ഗർഭപാത്രത്തിൽ പിന്നെ മുഴയുണ്ട്, മുഴയെടുത്തു, അണ്ടാശയം അവിടെ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അതങ്ങനെ ഞാനൊന്നും പറയാതെ അവരങ്ങ് വീട്ടിൽ പോയി നോട്ടിക്കോളും. 6 മാസം കഴിഞ്ഞിട്ട് ഒരു സ്കാൻ റിപ്പോർട്ടും കൊണ്ട് വലത്തെ സൈഡിൽ ഓവറിലൊരു സിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഡോക്ടറിൽ മുഴക്ക് ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഇടുന്ന മുഴ വരുന്നത് 2ാമത് മുഴ വന്നിട്ട് ഇവർക്ക് ഈ അണ്ടാശയം ഗർഭപാത്രം എന്താണെന്ന് ചിലപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര വലിയ പിടുത്തുണ്ടാവില്ല. ഇപ്പോൾ എല്ലാം ക്യാവിറ്റിയിൽ ഒരു സാധനം എടുത്തിട്ട് 2ാമത് പിന്നെ ഒരു പണ്ട് ഭദ്രസാർ നമ്മളോട് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ ഈ പേഷ്യൻ്റ് ഒന്നും MBBS MD കഴിഞ്ഞിട്ടൊന്നുമല്ല വരുന്നത്, അവർക്ക് മെഡിക്കൽ സാധനങ്ങൾ വിവരം ഉണ്ടാവില്ല, നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ. സ്ഥിരമായിട്ട് പറയുന്നൊരു സാധനമാണ്, അവർക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് നിങ്ങളെ പണിയാണ്, അല്ലാണ്ട് അവർ പറയുന്നതിന് പറഞ്ഞിട്ട് കാര്യമാണ്. ഇപ്പൊക്കെ നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഡേൻ്റെ തലേന്ന് നല്ലൊരു സമയം നമ്മൾ പേഷ്യൻ്റ് കൗൺസിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരോട് പറയും എനിക്ക് 45 years ആയി, നിങ്ങളെ യൂട്രസിൽ മുഴയുണ്ട്, അതെന്തായാലും എടുക്കാമെന്ന് വിചാരിക്കാം, കൂട്ടത്തിൽ ഗർഭപാത്രം എടുക്കാമെന്ന് വിചാരിക്കും, പിന്നെ നിങ്ങൾക്കുള്ളത് 2 അണ്ടാശയമാണ്. ഈ അണ്ടാശയം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതവിടെ വെക്കുന്നതുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ലൈഫിന് ഭയങ്കര നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടോ പോച്ചലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണ നാച്ചുറൽ മെനോപോസ് പാസ്മുറ നിൽക്കുന്നൊരു സമയം വരില്ല, അതുവരെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടും, ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇതവിടെ വെക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ സിസ്റ്റോ കാര്യങ്ങളോ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമതൊരു സർജറിയും കൂടെ ചെയ്യേണ്ടി വരും. ഈ സാധനം നമ്മളോട് പറഞ്ഞു വെച്ചു എന്ന് നോട്ടിക്കോളും. പറയാൻ മാത്രമല്ല നമ്മൾക്കിപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്യും. പേഷ്യൻറ്റിനെ ഇന്ന് പറഞ്ഞു, കൗൺസിൽ ചെയ്തു, റെഡിയാക്കി, ഓവർ കൺസർവേഷൻ കൗൺസിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പ് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പേഷ്യൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണല്ലോ, കുഴപ്പമില്ല, നേരത്തെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് പേഷ്യൻറ്റും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ അവർക്കും അറിയാം, അവരും അവെയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ നമ്മളിപ്പം ഹിസ്റ്ററട്ടമി കഴിഞ്ഞ് പോകുന്ന പേഷ്യൻറ്റിനോടൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറിങ് അവിടെ വെച്ചിട്ട് നമ്മൾ പറയും റെഗുലർലി എന്താ വെച്ചാൽ ഇയർലി 1 year എന്താ വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അവിടെയുള്ള ഓവർക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർബന്ധമായിട്ടൊന്നും ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ട് വരുന്ന പേഷ്യൻസൊക്കെ പോകുന്ന പേഷ്യൻറ്റൊക്കെ തിരിച്ചു വരും. 1 year ചെറിയ സിസ്റ്റുകളൊക്കെ കാണും, ചിലപ്പോൾ അതിൻ്റെ മെഡിസിൻ കൊടുത്ത് അങ്ങനെ പോകുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ അവെയറാക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം കാര്യങ്ങൾ, അവർക്ക് ഓവർ എന്താ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കറിയാം ഓവർ എന്താണ്, അണ്ടാശയം എന്താണ്, യൂട്രസ് എന്താണ്, ഈ സാധനങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ഇതവിടെ വെച്ചുകൊണ്ടിരുന്ന ചില പേഷ്യൻ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തൊക്കെ ഹിസ്റ്ററട്ടമി കഴിഞ്ഞ് പോയ പേഷ്യൻ്റ് ഓവർ അവിടെ വെച്ച് പോയ പേഷ്യൻ്റ് ചിലപ്പോൾ അവരത് അവെയറായിരിക്കുകയില്ല, അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് 4 CA ഓവറൊക്കെ ആയിട്ടാണ് പിന്നെ കാണുക, അറിയുന്നേ ഇല്ല. പിന്നെ അവർ ചിലപ്പോൾ ആ സമയത്ത് അവർ 60-65 ഒക്കെ ആയിട്ടുണ്ടാവും. അവർ വിചാരിക്കുന്നത് എടുത്തു പോയി എന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള നേരത്തെ ചെയ്തു പോയ പേഷ്യൻ്റ് ഉണ്ട്, നേരത്തെ ചെയ്ത ആൾക്കാർ. എന്ന് വെച്ചാൽ ഈ ഓവറിൽ സി ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയില്ല, അതങ്ങനെ പോയി ഇൻഫിൽട്രേറ്റ് പോയി ലിവർ സെക്കൻഡറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അസൈറ്റിസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പേഷ്യൻ്റ് പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന മാത്രമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യേണ്ട സമയത്ത് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് ഒരു സി ഓവർ വരുന്നത് ചിലപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് അവിടെ വെച്ചിട്ട് നിർത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കണം. അല്ലാണ്ട് നമ്മളൊരു സർജറി ചെയ്യുന്ന ഒരു വീട്ടിൽ പോകുന്ന തിരിച്ചു വരുന്നുള്ള ആ രീതിയിലല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഹോൾ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടല്ലേ കാണുന്നത്. പേഷ്യൻ്റ് നമ്മൾ മറുഭാഗത്തെടുക്കാൻ മുഴയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത പേഷ്യൻ്റ് അയാളുടെ ലൈഫ് ലോങ് അവസാനം വരെ സമാധാനമായിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം. ഇപ്പോഴെല്ലാം നമുക്ക് കാര്യമുള്ളൂ ചെയ്തു കൊടുക്കുന്നില്ല, അല്ലാണ്ട് കാര്യമില്ലല്ലോ. ഡിസിഷൻ മേക്കിങ്ങിൽ ആ ഒരു സാധനങ്ങൾ ഒബ്സ്റ്ററ്റിക്സിൽ മാത്രമല്ല, ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഈ ഗൈനക് സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. നമ്മളിപ്പം പണ്ടത്തെ മാതിരി മോളെന്നൊരു ഡോക്ടർ ഇങ്ങനെ കളിപ്പിക്കുക, താഴെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ റാൻ മോളി എന്ന് പറഞ്ഞിട്ട് അനുസരിക്കുക, അങ്ങനത്തെ സാധനമേ അല്ല. ഈവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഡെലിവറി കൗൺസിൽ ചെയ്യുന്ന സമയത്ത് പോലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പൈൻഡ് ഡിസിഷനാണ് എടുക്കുന്നത്. ഇത് വേണോ വേണ്ടിയോ എന്നുള്ളത്. ഡെലിവറിക്ക് കോംപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് നമ്മൾ പറയും, എഴുതും. എന്നിട്ട് ഒരു കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേയൊക്കെ ചോദ്യം ചോദിക്കും, നമ്മളതിന് മറുപടി പറയും. എന്നിട്ട് ഫൈനലി ചിലപ്പോൾ നമ്മൾ പറയും നിങ്ങളിപ്പോൾ വേണ്ട, 1 വീക്ക് കഴിഞ്ഞ് ഡിസിഷൻ എടുത്തിട്ട് വന്നാൽ മതി. ഒരു വീട്ടിൽ പോയിട്ട് എല്ലാവരോടും അന്വേഷിച്ച് റെഡിയാക്കിയിട്ട് പിറ്റത്തെ പ്രാവശ്യം അവർ വരുമ്പോഴേക്കും എനിക്കൊന്നും സംസാരിക്കാനുണ്ടാവില്ല, യെസ് ഓർ നോ. അപ്പോൾ ആ ഒരു ഡിസിഷനായി ഭയങ്കര എളുപ്പമാണത്. അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ടൈം സമയം നമ്മൾ കൊടുക്കും, സാധനം കൊടുക്കും. ലെറ്റ് ദം ഹാവ് ഇറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അതിൽ കയറി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ അവർ ഒരു 50-50 ചാൻസുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിക്കാണ് നമ്മളവരുടെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതിൽ സിസേറിനാണ് നമ്മളവരുടെ കൂടെ ഉണ്ടാവും. എവിടം വരെ എന്താ ഒരു ഡിസൈഡ് ചെയ്താലും നമ്മളവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഭയങ്കര എന്തായാലും സിസേറിയൻ വേണ്ട കേസിന് നമ്മൾ ഒരു ഡെലിവറി ആയിക്കൊള്ളൊന്നും പറയൂല, അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത് ഔട്ട് റൈറ്റ് ആയിട്ടും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് കേസാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ 2 സിസേറിനുള്ള ഒരു പേഷ്യൻ്റ്, രണ്ടൊരു റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ, 3 സിസേറിയൻ 4 സിസേറിയൻ, ആ പേഷ്യൻ്റ് ഡെലിവറിക്ക് വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിസ്കഷനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ട് റൈറ്റ് ആയിട്ട് CS തന്നെയാണ്. പിന്നെ അതേമാതിരി തന്നെ മേജർ പ്ലാസിൻ്റെ പ്രിവ്യൂ, ഈ പ്ലാസിൻ്റെ അടിയിലത്തെ മറുപുള്ള താഴോട്ട് വരുന്നൊരു വിഷയമുണ്ട് കുട്ടികളുടെ നാട്ടിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് സേ ഒന്നുമില്ല, അതിൽ നമ്മൾ ഡിസ്കഷനൊന്നുമില്ല. നിങ്ങളുടെ സിസേറിയൻ ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറുപുള്ള താഴോട്ടാകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സമയത്ത് നമ്മൾ ഇൻ ബിറ്റ്വീൻ ബ്ലീഡിങ് ഒന്നും വന്നില്ലെങ്കിൽ അന്ന് സിസേറിയൻ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അതിലൊന്നും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കട്ടൻ ഡ്രൈ ആയിട്ടുള്ള സമയത്തൊന്നും പ്രത്യേകിച്ച് ഡിസ്കഷനൊന്നുമില്ല. അത് പറയേണ്ടത് അങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങനെ തീരുമാനിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഒരു വിവാക്കിന് വെക്കുന്നൊരു സിസേറിയൻ കഴിഞ്ഞ് ഡെലിവറിക്ക് വെക്കുന്നൊരു പേഷ്യൻറ്റ്, ഇനിയിപ്പോൾ അതല്ല ഒരു മോഡറേറ്റ് ബേബി വെയിറ്റ് കൂടുതലുള്ളൊരു പേഷ്യൻറ്റ്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു IUGRയുടെ ഗ്രോത്ത് കുറഞ്ഞൊരു പേഷ്യൻറ്റ്, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡെലിവറി ആവാനോ അല്ലാത്ത സാധനത്തിന് നമ്മൾ ഒരു കമ്പൈൻ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരാളുടെ ഡിസിഷൻ മാത്രമല്ല. ട്രയൽ കൊടുക്കുക, കുഴപ്പമില്ലാത്ത പേഷ്യൻ്റാണ് നമ്മൾ പറയും.